ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മല്ലൂസ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഗായ്സ്, നമ്മളപ്പോൾ ഒത്തിരി വലിയ ബ്രേക്കിന് ശേഷം നമ്മൾ പിന്നെയും വന്നേക്കുവാണ്. നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ വന്നേക്കും. ഒത്തിരി വിശേഷമുണ്ട് പറയാൻ. അപ്പോൾ നമ്മൾ ഒരു വീട് പണിയുന്ന തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചെറുതായിട്ട് പെണ്ണും കൂടെ കെട്ടി. പിന്നെ ഒന്നും പറയേണ്ട ഗായ്സ്, ഫുള്ള് തിരക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീടിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോസിൽ കാണിച്ചു തരുന്നത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ വലിയൊരു വീഡിയോ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻറ്റീരിയറും പുറത്തെ കാര്യങ്ങളും ഒക്കെ നമ്മൾ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ ബാക്കി കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പറ്റെങ്കിൽ ഹൈലൈറ്റ് വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വേറെ വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോം ടൂർ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 2 സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, ചെറുതായിട്ട് കെട്ടി. അതിനകത്ത് ഫുള്ള് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബേബി മെറ്റൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ ഇത് മുറ്റത്തിന് ചുറ്റും ബേബി മെറ്റൽ തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇപ്പം പഴയ വീട് പോലെയല്ല, മൊത്തം മാറി കേട്ടോ. ഒത്തിരി പണികൾ വരുന്നുണ്ട്, അതൊക്കെ വിശദമായിട്ട് നമുക്ക് അകത്ത് നിന്നിട്ട് കാണാവേ. പിന്നെ നമ്മൾ മിറ്റം നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിയ മിറ്റം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 3 സൈഡിലാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള മിറ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മെക്സിക്കൻ ഗ്രാസ് പിടിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ഗാർഡൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ചെറിയ പീസും ഉണ്ട്. പിന്നെ ഇത് ഇപ്പർ സൈഡിൽ നമ്മളൊരു ചെറിയ പീസ് ഇങ്ങനെ ഈ പുല്ല് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറെക്കുറെ നമുക്ക് മുറ്റത്തുണ്ടായിരുന്ന തെങ്ങും കാര്യങ്ങളെല്ലാം നമ്മളിത് കെട്ടി സെറ്റാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് നാളായതുകൊണ്ട് മതിലെല്ലാം ഏറെക്കുറെ ഇച്ചിരി പായൽ പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറെക്കുറെ മുറ്റത്തിൻ്റെ ഒക്കെ ഒരു വ്യൂ. പിന്നെ നമ്മളത് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പുറത്തിന് കാര്യമായിട്ട് വരുമ്പോൾ നമുക്ക് കാണാം. പിന്നെ ഇതാണ് ഏറെക്കുറെ വീടിൻ്റെ എലവേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ അകത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് പോയി നോക്കാം കേട്ടോ. സ്റ്റാർ ഒന്നും അയച്ചിട്ടില്ല. 23-ാം തീയതി ഞങ്ങളുടെ സ്റ്റാർ തൂക്കിയത്. അത് ഈസ്റ്റർ വരെ ഇട്ടിട്ട് ഈസ്റ്ററിന് തലേ ദിവസമായിരിക്കും മിക്കവാറും അഴിക്കുള്ളൂ. പിന്നെ നമ്മളിത് കണ്ടതാണ് വലിയൊരു സ്റ്റെപ്പ്. നമ്മൾ ചെറിയ സ്റ്റെപ്പായിരുന്നു, അത് സ്റ്റെപ്പെല്ലാം മാറ്റി വലിയൊരു സ്റ്റെപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ ടോട്ടലി ടൈലെല്ലാം വൈറ്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്തു. ബ്രൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ വീട് എന്നുള്ള ധാരണയിൽ നമ്മൾ ഫുള്ള് വൈറ്റ് തന്നെ ചെയ്തു. നമ്മൾ നല്ല ടൈലാണ്, 6x4 ടൈലാണ്. കോസ്റ്റ്ലിയാണ്, ഗ്രാനൈറ്റിന്റെ അത്രയും കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗ്രാനൈറ്റ് എടുക്കാൻ ഗ്രാനൈറ്റ് എല്ലാം ഡൾ കളേഴ്സാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രാനൈറ്റ് വിട്ടിട്ട് നമ്മൾ ടൈല് തന്നെ ചൂസ് ചെയ്യുക. ടൈലാണ് ഒത്തിരി സെലക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു, പില്ലർ ടു പില്ലർ കെട്ടി അടച്ചേക്കുമായിരുന്നു. അതെല്ലാം എടുത്തു മാറ്റി വരാൻ ഇച്ചിരി കൂടി വിശാലാക്കിയിട്ടുണ്ട്. പിന്നെ അതായത് നമ്മുടെ ഇപ്പർ സൈഡിൽ നമുക്ക് ഒരു ഷൂ റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇച്ചിരി എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി കേൾക്കുക, ഫിക്സ്ഡ് ഒന്നുമല്ല. അത്യാവശ്യം വ്യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകളൊക്കെ ഇതിനകത്ത് എല്ലാവരും ഇതിനകത്ത് കൊണ്ടിട്ട് എല്ലാം കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുഴപ്പമില്ല, ഏറെക്കുറെ എല്ലാവരും ഷൂസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു പോർച്ച് നമുക്ക് അത്യാവശ്യം എല്ലാം റെഡി ആയി ടൈലൊക്കെ ഇട്ടുണ്ട്. അതിനകത്ത് ടൈലിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ നല്ല സ്പേസ് ആയിട്ടോ. പിന്നെ അപ്പർ സൈഡിൽ കെട്ടിയിട്ടുണ്ട്, അത് ഞാൻ പുറത്തുനിന്ന് വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ 2 വണ്ടി ഏറെക്കുറെ നന്നായിട്ട് പാർക്ക് ചെയ്യാം. ഞാൻ വണ്ടി മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്കിത് മെയിനായിട്ട് പറയേണ്ടത് കട്ടിലയാണ്. ഫ്രണ്ടിലെ കട്ടില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡ് സംഭവം കേട്ടോ. അത് ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി നമ്മൾ ഈ സ്ക്വയർ ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പമാണ് പണി. ഇതൊരുമാതിരി ഇപ്പോൾ കേർവ്ഡ് ഡിസൈൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഇത് ചെയ്തെടുക്കാൻ. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഗ്ലാസിൻ്റെ എച്ചിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മളതിനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ ഇപ്പോൾ 2 ജനലും ചെറിയ 2 പാളുണ്ട്. കയറി ചെല്ലുന്ന എൻ്റെ ഏരിയ നമ്മൾ ഫുൾ വുഡ് തന്നെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഡോറിനകത്ത് വലിയ ഡിസൈൻസ് ഒന്നുമില്ല. ഡോർ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഇതാണ് നമ്മുടെ അകത്തേക്ക് കയറുമ്പോൾ വ്യൂ ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളൊരു വലിയൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയൊരു സോഫയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത്, നമ്മൾ ഈ ടൈലിൻ്റെ കളറിന് ചേരുന്നത് കസ്റ്റമൈസ് ചെയ്ത് പണിയിപ്പിച്ചതാണ്. നമ്മൾ ഒരു സൈഡിലേക്ക് ഫേസ് ചെയ്യുന്ന വലിയ സോഫയാണ്. പിന്നെ നമ്മൾ മറ്റേ സൈഡിൽ നമ്മൾ TV 65 ഇഞ്ചിൻ്റെ വലിയ TV തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിലെല്ലാം പണിയിപ്പിച്ചതാണ്, ഇതിൻ്റെ ഒരു വർക്കിൽ പണിയിപ്പിച്ചെടുത്താണ്. പിന്നെ നമ്മുടെ രൂപക്കൂട് ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വലിയ രൂപക്കൂടല്ല, നമുക്ക് അത്യാവശ്യമുള്ള രൂപങ്ങൾ വെക്കാൻ വേണ്ടി മാത്രം സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പണിതേക്കുന്നത്. മെയിൻ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളൊരു ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് തന്നെ ചെയ്തേക്കുന്നത്. അതും വൈറ്റിൽ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. വൈറ്റ് തന്നെ വേണമെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വൈറ്റിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ഉള്ളൊരു ഏരിയ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പർ സൈഡിലുണ്ട്. അങ്ങനെ ഫുൾ വൈറ്റ് ടൈൽസ് ആണ് നമ്മൾ റൂം. അതുകൊണ്ട് നല്ല വീടൊക്കെ നല്ല ടോട്ടലി ബ്രൈറ്റ് ആയിട്ട് കാണും എപ്പോഴും. പിന്നെ നമ്മൾ കയറി ചെല്ലുന്ന ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ അന്ത്യത്താഴത്തിൻ്റെ രൂപം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരോ റൂമുകളായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിച്ചണും
ഇത് അമ്മയുടെ റൂം ഇവിടെ വരും. അപ്പോൾ നമുക്ക് ആദ്യം കിച്ചൺ ആണ്. ഇവിടെ ലൈറ്റ് സെൻറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചൻ്റെ ഡോർ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ കിച്ചൻ്റെ ഡോറിനും ഡിസൈൻ കൊടുത്തേക്കുന്നത് ചില്ലിൽ. അപ്പോൾ നമ്മൾ പയ്യെ കിച്ചൺ ഡോറിലേക്ക് വരാം. കിച്ചൺ ഫുള്ള് വൈറ്റ് ആണ്, ഫുൾ ബ്രൈറ്റ് ആയിരിക്കും. ആവശ്യത്തിലധികം വെന്റിലേഷൻ കൊടുത്ത് ഇത് കണ്ടോ ഫുൾ നല്ല സ്പേഷ്യസ് ആണ്. ചാക്കും കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ ഫുൾ അലങ്കോലമായിട്ടുണ്ട്. എന്നാലും ഓടി നടന്ന് പണിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതൊക്കെ ഇതിന് മുകളിൽ ഇരുന്നിട്ട് കേട്ടോ, ഇവിടേക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം. നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ ലൈറ്റ് ഒന്നുമില്ല, ഓൾറെഡി നല്ല വെട്ടമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ലൈറ്റും കൂടി ഇടുമ്പോൾ നല്ല വെട്ടമുണ്ട്. ഇവിടെ നമ്മൾ വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് എല്ലാം നമ്മൾ വൈറ്റ് തന്നെ കൊടുത്തേക്കുന്നത്. എല്ലാം വൈറ്റ്, ഫുള്ള് വൈറ്റ് ആണ്. ഇതുണ്ടോ, ഇതെല്ലാം ഇവിടെ പിടിച്ച് തുറന്നാൽ മതി, നമുക്ക് സെറ്റ് തന്നെ അടഞ്ഞോളും. സ്ലോ ക്ലോസിങ്. ഒത്തിരി ഒന്നും കൊടുത്തില്ല, ആവശ്യത്തിലുള്ള സാധനങ്ങൾ മാത്രം, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള സാധനങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അവിടെ ജനലിന്റെ സ്പേസ് വിട്ടു. പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ബോക്സസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആണെങ്കിലും അത്യാവശ്യം പ്ലഗ് പോയിന്റ്സ് കൊണ്ട് മിക്സി കാര്യങ്ങൾ, കോക്കനട്ട് പീലർ, പിന്നെ ഇൻഡക്ഷൻ കുക്കർ എല്ലാത്തിനും വേണ്ടിയുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ സ്റ്റൗ വരുന്നത്. സിലിണ്ടറിൽ ഇതിനടിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുൾ ഔട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടി, സ്പൂണുകൾ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പുൾ ഔട്ട്സ് അധികം നമ്മൾ എവിടെയും കൊടുത്തില്ലായിരുന്നു. നമുക്ക് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ എല്ലാ സാധനവും അതിനകത്ത് നിറച്ച് വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത, നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് ആര് വന്നാലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്ലേസിങ് നമ്മൾ കിച്ചൺ ഇപ്പം ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമ്മളത് നോക്കിയിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇവിടെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ കിച്ചൺ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ലൊരു വിശാലമായ തോട്ടത്തിലേക്കും. പിന്നെ അത് റോഡാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം കാന്താരിയോ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ നടാം. ആവശ്യത്തിലധികം മിറ്റവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇറങ്ങുന്നത്, നേരെ വന്ന് ഇറങ്ങുന്നില്ല. ഇപ്പം ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആര് വന്നാലും നമുക്ക് കാണാം കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് കിച്ചൺ അടയ്ക്കാം. കിച്ചൺ നമ്മൾ അടച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് തന്നെ ഒരു റൂമുണ്ട്. അതാണ് അമ്മയുടെ റൂം. അമ്മയ്ക്കിപ്പോൾ പെട്ടെന്ന് കിച്ചണിലേക്ക് ഓടി വരാനൊക്കെ ആയിട്ട് സൗകര്യത്തിന് നമ്മൾ അടുത്ത് തന്നെ സെറ്റാക്കി കൊടുത്ത റൂം. ചെറിയ റൂമാണ്, വലിയ വലിപ്പമൊന്നുമില്ല, നല്ലൊരു മീഡിയം സൈസാണ്. പിന്നെ ഇവിടെ നമ്മളൊരു വലിയൊരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ തന്നെ ഒരു വാഷ്റൂമുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള വാഷ്റൂമാണ്. അതും വൈറ്റിഷ് തന്നെയാണ്, മൊത്തം നമ്മൾ വൈറ്റ് ടൈൽസ് തന്നെയാണ് എല്ലാം കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഷ്റൂം തന്നെയാണ്. പിന്നെ വാഷ്റൂം അടയ്ക്കാം. പിന്നെ നമ്മളിവിടെ ഒരു വലിയൊരു ജനലും കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം വെട്ടത്തിനൊക്കെ. വെട്ടവും കാറ്റും നമുക്ക് മസ്റ്റാട്ടോ. അതുകൊണ്ട് നമ്മൾ ജനലുകൾ എല്ലാ സ്ഥലത്തും കൂടുതൽ ജനലുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാവേ. അപ്പോൾ നമ്മളിനി ഈ റൂം ഇതൊക്കെ കഴിഞ്ഞ് ഈ റൂം അടച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ അതെ നമുക്ക് സെൻട്രൽ ഹോളിലേക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ ഒരു ക്ലോക്കും ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് വരുമ്പോൾ പിന്നെ നമുക്ക് നേരെ ഡൈനിങ് റൂം കിട്ടും. അവിടെ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോയത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇത് ഇവിടെ ആരും കാണാണ്ട് ഇവിടെ റൂം ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗസ്റ്റ് റൂമാണ്. അപ്പോൾ അത് നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് പോകാം. അതുകൊണ്ട് അതും ഏറെക്കുറെ ഫുള്ള് വൈറ്റ് വലിയ റൂമാട്ടോ. ഇത് അത്യാവശ്യം വലിയ വലിപ്പമുള്ള റൂമാണ്. പിന്നെ ഇവിടെ രണ്ട് വലിയ ജനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആരും അങ്ങനെ എപ്പോഴും വരാത്തത് കൊണ്ട് നമ്മളിവിടെ ഈ തുണിയൊക്കെ തേക്കാനും പിന്നെ ഇവിടെ തുണിയൊക്കെ അത്യാവശ്യം മഴയൊക്കെ വന്ന് വിരിച്ചിടാനൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ എല്ലാ റൂമുകൾക്കും ഉണ്ട് അങ്ങനെ. അതിനകത്ത് ഒത്തിരി സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് കാണുന്ന പോലെ ഒരു 60-70 സ്ക്വയർ ഫീറ്റോളം നമ്മൾ അതിനകത്ത് തന്നെ നമുക്കെന്താ വെച്ചാൽ എല്ലാ സാധനത്ത് കയറ്റിയിട്ടാൽ ആരും കാണുന്ന ഒരു പ്രത്യേകതയില്ല. അപ്പോൾ അത് നമ്മൾ വൈറ്റ് തന്നെ കൊടുത്ത്, വൈറ്റിൽ നമ്മൾ ഒരു ബ്ലാക്ക് ബീഡിങ് കൊടുത്ത്. ഇത് നമ്മുടെ പഴയ കിച്ചൺ ആയിരുന്നു കേട്ടോ. ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ ഒത്തിരി പാടുപെട്ടോ. ഒത്തിരി കിച്ചൻ്റെ ഈ സ്ലാബ് കാര്യങ്ങളെല്ലാം പൊളിച്ച് മാറ്റി റെഡിയാക്കാനായി. ഇപ്പോൾ ഗസ്റ്റ് റൂമിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു കോമൺ വാഷ്റൂം കിട്ടും. അത് വൈറ്റാണ്, വൈറ്റ് ഡോർ എല്ലാം വൈറ്റാണ് പറയുന്നത്. അതുകൊണ്ടോ വലിയ വലിപ്പമുള്ളൊരു വാഷ്റൂമാണ്. വൈറ്റ് ടൈൽസ് തന്നെ വോളിലും കൊടുത്തേക്കുന്നത്. പിന്നെ എക്സോസ്റ്റ് ഉണ്ട്. ഈ സെയിം വേ ആണ് നമ്മൾ എല്ലാ വാഷ്റൂംസിലും. ഇവിടെ ഒരു വാഷ് ബേസിൻ ആൻഡ് മിറർ. പിന്നെ നമുക്ക് വോള് ഇതുപോലെ തന്നെ ഒരു വെന്റിലേഷൻ ഉണ്ടാവും, എക്സോസ്റ്റ്, പിന്നെ കൊമ്മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷവർ എല്ലാം സെയിം ആണ്. എല്ലാ വാഷ്റൂമിലും സെയിം സിസ്റ്റം വിത്ത് വൈറ്റ് ഡോർ. നമ്മളിത് നേരെ പിന്നെയും ഡൈനിങ് റൂമിലേക്ക് എത്തി. പിന്നെ നമ്മൾ അടുത്ത് നമ്മുടെ റോണിയുടെ റൂമാണ്. നോക്കാം, ലൈറ്റ് ഇട്ട് ലൈറ്റ് ഇടാണ്ട് തന്നെ അത്യാവശ്യം ബ്രൈറ്റാണ് റൂം. അതുകൊണ്ട് ലൈറ്റും കൂടി ഇടുമ്പോൾ ഫുൾ വെട്ടായി ഉണ്ടോ. വലിയ വലിപ്പമുണ്ട് റൂം. ഇവിടെ ഒരു അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ എന്തൊക്കെയോ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കോയിൻ കളക്ഷൻ. പിന്നെ അവൻ്റെ റൂമിന് ഒരു ജനലേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത്യാവശ്യം വെട്ടമുണ്ട്, പിന്നെ കുഴപ്പമില്ല. ഇതൊരു വലിയൊരു ഷെൽഫ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിങ്ങനെ തുറക്കാം. നമ്മളിത് അടച്ചു, സ്ലോ ക്ലോസിംഗ് ആണ്, അതുകൊണ്ട് തന്നെ അടഞ്ഞോളും.
റൂമിന് വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. കാണുമ്പോൾ അറിയാം. അതിൻ്റെ എത്ര ബാക്കിലേക്ക് വന്ന് ഇവിടം വരെ റൂമാണ്. അപ്പോൾ നമ്മൾ ബാക്ക് അഗെയിൻ ടു ഡൈനിങ് റൂം. ഇച്ചിരി മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ടേൺ എടുക്കണം, റൈറ്റ്. അപ്പോൾ ഇവിടെ റൂം കിട്ടും. ഇതാണ് റിച്ചാൻ്റെ റൂം. അതിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിവിടെ നമ്മൾ വാഷ് ബേസിൻ ഒക്കെ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾക്ക് നേരെ റിച്ചാൻ്റെ റൂമിലേക്ക് കയറാവേ. എങ്ങനെ കിടക്കുകയെന്ന് അറിയത്തില്ല, എന്നാലും നല്ല അലക്കോലമായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല, എന്നാലും നോക്കാം. ഇവിടെ തന്നെ നമ്മളൊരു കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആക്കട്ടെ. ഇതിവിടെ മറ്റേ പൗഡറും കാര്യങ്ങളൊക്കെ വയ്ക്കാം. അതുകൊണ്ട് വലിയ റൂമാണ്. ഇവൻ്റെ വലിയ കോട്ട് എടുത്ത് ഞാൻ കൊണ്ടുപോയി ഗൈസ്. ഞാൻ പെണ്ണെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോയി. ഇവന് ചെറിയ കോട്ട് കൊടുത്തു. ഇവന് ഒരാളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച്. ഇവിടെ ഒരു രണ്ട് ജനൽ, വലിയ ജനലുണ്ട് അത്യാവശ്യം വെട്ടം കയറാൻ വേണ്ടി. ഇവിടെ ഒരു കോട്ട് ബോക്സ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവൻ്റെ റൂം എങ്ങനെയാണ്. അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. നമുക്ക് വാഷ്റൂം നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. സെയിം, എല്ലാം സെയിം വേ ആണ്. ഇനി നമ്മൾ ഫിഫ്ത്ത് റൂം ഗൈസ്. ഇപ്പോൾ ഈ റൂം അടച്ചു. നമ്മളിത് ബാക്ക് ടു ഡൈനിങ് റൂം അഗെയിൻ. ഇതാണ് എല്ലാ റൂമിൻ്റെ എൻട്രൻസ്. നമ്മൾ ഡൈനിങ് റൂമിലേക്ക് വരുവേ. നമ്മളിനി എൻ്റെ റൂം കാണാം. അതെ, പിന്നെ ഇത് വെക്കേണ്ട സാധനങ്ങൾ, അത് ഇതൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകളിൽ കണ്ടു ഇതേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ബാത്റൂം കാണാം. ഇതാണ് വാഷ്റൂം. എല്ലാം സെയിം സംഭവമാണ്. കൺസീൽഡ് ഫ്ലഷ്, ഷവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സംഭവം സെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ റൂമുകളെല്ലാം കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് മേളിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് നമ്മൾ വലിയ സംഭവം കേട്ടോ, അത് കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇവിടെ ഒരു മിറർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റെപ്പും എല്ലാം നമ്മൾ വൈറ്റ് ടൈൽസ് തന്നെ കൊടുത്തത്. ഇതിൻ്റെ സൈഡിൽ ഗ്ലാസ് റെയിലിംഗ് ആണ് കൊടുക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വിട്ടേക്കുന്ന. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നമുക്കത് ഉണ്ണീഷയുടെ ഒരു അടിപൊളി വലിയ രൂപമായിരുന്നു. നമുക്ക് അവിടെ ഒന്നും വെക്കാൻ സ്പേസിൽ അതുകൊണ്ട് കറക്റ്റ് നമുക്ക് ഇവിടെ നല്ലൊരു ഏരിയ കിട്ടിയോ. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി പോവാണ്. കയറി പോകുമ്പോൾ നമുക്ക് മിഡിൽ വെച്ചൊരു ഇങ്ങനെ ഏരിയ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതൊരു ബാർ കൗണ്ടറാക്കി എടുത്തു. ഇവിടെ ഒരു ഫ്രിഡ്ജ് സെറ്റാക്കാൻ വേണ്ടിയുള്ള ഏരിയ. പിന്നെ ഇത് ഇവിടെ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് കുപ്പികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ്. ഇവിടെ ഇരുന്ന് അങ്ങനെ അടിക്കാറില്ല. ഇവിടെ നമ്മൾ മറ്റേ ബാർ ചെയർസ് ഉണ്ടല്ലോ, ഹൈറ്റ് ഉള്ളത്, ആ ചെയർസ് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൗന്തോട്ടൊക്കെ കണ്ടുപോകൊണ്ടിരുന്ന് അടിക്കുക ഗൈസ്. നല്ലൊരു ആംബിയൻസ് ആണ്. ടഫൻ്റെ ഗ്ലാസ് ആണ്. വലിയ ഗ്ലാസ് സെറ്റ് ചെയ്ത് നല്ല വെട്ടകത്തേക്ക് വരും. ഒരു 6:30, 7 o'clock വരെ ഒന്ന് ലൈറ്റിൻ്റെ ഒരു ആവശ്യമില്ല. ഇവിടെ ഒരു ഗ്ലാസ് റെയിലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. പിള്ളേരൊക്കെ വന്നു കഴിയുമ്പോൾ താഴേക്ക് വീഴും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വെള്ളം അടിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കുനിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കുനിഞ്ഞ് നോക്കി ആരാന്ന് കാണാൻ പറ്റും. ഈ ഒരു പ്ലാറ്റ്ഫോമിന് അടിയിൽ 2 റൂമുണ്ട് ഗൈസ്. അത് നമുക്ക് ഇവിടെ നിന്നല്ല കാണാം, പുറത്തുനിന്നൊരു എൻട്രൻസ്. അതൊരു വർക്കേഴ്സ് റൂമും ഒരു ടോയ്ലറ്റും കൂടെയാണ്. നമ്മളത് മേളിലേക്ക് പോകണം. മേളിലേക്ക് ഇങ്ങനെ കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു ഹോൾ പോലെ നമ്മളൊരു ഏരിയ കിട്ടിയിട്ടുണ്ട്. നമ്മളത് അത്യാവശ്യം വലിപ്പമുള്ള ഏരിയ തന്നെയാണ്. നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ, പഴയ TV എല്ലാം നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. നമ്മുടെ ഫുൾ ഒരേ കളർ ടൈൽസ് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് കാണാൻ. ടെറസിലേക്ക് പോകും. പിന്നെ ഇങ്ങനെ ഗൈസ് ടെറസിലൊരു വ്യൂ, തോട്ടവും കാര്യങ്ങളൊക്കെ നല്ല വ്യൂ ഗൈസ്. നമ്മുടെ പേരയ്ക്കൊക്കെ നിപ്പുണ്ട്. തത്തമ്മ ഭയങ്കര ശല്യ. അതുകൊണ്ട് ഇവിടെയൊക്കെ മൂത്ത് നിപ്പുണ്ട് കേട്ടോ. എല്ലാം തിന്നേക്കുവാ. ഇവിടെ നമ്മുടെ കോഴിക്കോടൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് മിറ്റം. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒന്നാണ് കേട്ടോ ഗൈസ്. ഇതാണ് ഇവിടെ മുഴുവൻ നമ്മൾ ഓടൊക്കെ പതിപ്പിച്ചു. ഓട് പതിപ്പിച്ച് ഇവിടെ നമ്മളൊരു കൂമ്പയൊക്കെ സെറ്റാക്കി. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി, പ്രത്യേക ഭംഗിയാണ്. ഇതുണ്ട് ഈ ഒരു ലൈറ്റ് ഉണ്ടോ, അത് ആ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഫുൾ ഏരിയ കേട്ടോ. ഈ ഏരിയ ഫുൾ കാണാം കേട്ടോ. അവിടെ ഫിഷ് പോണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പുറത്ത് വരുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഒത്തിരി മീനൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യം നമുക്കിത് താഴേക്ക് പോകാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതേ ഫ്രണ്ടിലേക്ക് ഉണ്ടോ, ഫ്രണ്ട് വരെ കാണാം. നമുക്ക് പുറത്തേക്ക് പോകാം ഗൈസ്. കണ്ടോ ഔട്ട്. അപ്പം നമുക്കിനി പുറത്ത് വിശേഷങ്ങൾ കാണാം കേട്ടോ. അത് കിച്ചണിൻ്റെ ഏരിയ ആണ്. ചുറ്റും നമ്മൾ മതിൽ കെട്ടി. കിച്ചണിൻ്റെ ഡോർ ഇവിടെ നിന്നാണ്. അമ്മ എന്താ ഇഞ്ചിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ വോൾ സ്പൈസസ്, പിന്നെ കുറച്ച് ചീനിയും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്. മാവൊക്കെ പൂത്തിട്ടുണ്ട്. 1, 2, 3, 4 നാരകമാണ് ഗൈസ് വെച്ചേക്കുന്നത്. ഇതുണ്ട്, ഇത് നമ്മൾ ഓറഞ്ചാ, ഇത് മുസംബി. ഇനിയിപ്പോൾ പറമ്പൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി മണ്ണ് പൊക്കത്തിലായിരുന്നു. അപ്പോൾ ആ മണ്ണെടുത്ത് ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചിലപ്പോൾ കവുങ്ങും മറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയിട്ട് അവിടെ ഇച്ചിരി കൂടെ മണ്ണിട്ട് സെറ്റാക്കി അതിൻ്റെ മുകളിൽ നമ്മൾ ബേബി മെറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്.
കാണാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കവുങ്ങ് പറിച്ച് കളഞ്ഞാൽ നല്ലപോലെ ഈൽഡ് വരുന്ന കവുങ്ങാണ് ഒരു 10-12 ഉണ്ട്. അപ്പോൾ ചുമ്മാ പറിച്ച് കളയണ്ടല്ലോ. പിന്നെ ഇച്ചിരി തണലൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നിർത്തിയേ. ഞാൻ പറഞ്ഞില്ല ബാക്കിൽ 2 റൂം ഉണ്ടെന്ന് ഇപ്പോൾ കാണിച്ചു തരാവേ. പുറത്തേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച കവുങ്ങിൻ്റെ ഒരു 60-70% കവുങ്ങുകൾ ഈൽഡ് തരാറായിട്ടുണ്ട്. കൈ ചൊട്ടയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പണിക്കാരനുണ്ട് ഇവിടെ കേട്ടോ, PR ആകാശ്. ആകാശ് ഇപ്പോൾ പുറത്ത് പോയതാ. ഇത് ആകാശിൻ്റെ റൂം. ആകാശിൻ്റെ ഫാനൊക്കെ ആകാശിൻ്റെ റൂമൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, വലിപ്പമുണ്ട്. രണ്ടുപേർക്കൊക്കെ താമസിക്കാം. വാഷ്റൂം ഉണ്ട്. വലിയ ശല്യമൊന്നുമില്ല. ഇവർ വന്ന് ഇവിടെ കിടന്ന് ഇവിടെ വാഷ്റൂമൊക്കെ ഇവിടെ യൂസ് ചെയ്ത് വാഷ്റൂംസ് എല്ലാം അകത്തുനിന്നായതുകൊണ്ട് നമുക്ക് ഇവരെ പണിക്കാരെങ്ങാനും വന്നു കഴിഞ്ഞാൽ അകത്തൊക്കെ എത്തി കഴിഞ്ഞാൽ മൊത്തം വെള്ളയൊക്കെ അല്ല ചെളിയാക്കൂല എന്നുള്ള കാരണത്തിൽ നമ്മൾ പുറത്ത് ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ ചുറ്റും മതിലൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. വീട് മാത്രം വൃത്തിയായിട്ട് കാര്യമില്ല, നമ്മുടെ മിറ്റവും കാര്യങ്ങളെല്ലാം വൃത്തിയാവണം. അതാണ് നമ്മൾ കോഴിക്കൂടൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കോഴിയുടെ ഈ കാഷ്ടമൊക്കെ ബാക്കിലേക്ക് വീണോളും. നമുക്ക് വേണമെങ്കിൽ അവിടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് കവുങ്ങിനൊക്കെ ഇടാം. ഒത്തിരി കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ വിശേഷമൊക്കെ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും കേട്ടോ. വലിയ മിറ്റം കേട്ടോ. വലിയ വണ്ടികൾ വന്നാൽ പോലും നമുക്ക് ഈസി ആയിട്ട് 3 സൈഡുകളിൽ എത്താൻ പാകത്തിനുള്ള വലുപ്പമുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ കണ്ടോ, വീട് ടോട്ടലി ഇപ്പോൾ നമ്മൾ കട്ടിങ് ഒന്നുമില്ല, അത് സ്ട്രെയിറ്റ് ആക്കി ഇത് കണ്ടോ. ഒറ്റ ഇതാ സ്ക്വയർ ഫീറ്റ് ഇച്ചിരി കൂടുതലാണ്, ഒരു 3000 സംതിങ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാം 5 റൂം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. ഇതുണ്ട്, ഇത് നമ്മുടെ പോർച്ച് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ കാണിക്കാമെന്ന്. ഇതുണ്ടോ, വലിയ 2 വണ്ടി ഈസി ആയിട്ട് കയറി വെക്കുവേ. പിന്നെ നമുക്ക് അലക്സേനെ ആൽഫാനെയും കണ്ടില്ലെന്ന് വേണ്ട. ഉച്ചയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്. ഫുഡൊക്കെ കഴിച്ചിട്ടേ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറൽ. ആൽഫ അങ്ങനെ കേട്ടോ. ആൽഫാനെ വിളിച്ചപ്പോൾ താഴെ കിടക്കും, പാവമാണ്. പഴയ പട്ടിക്കൂടെ തന്നെ ചെറിയ മിനുക്ക് പണികളൊക്കെ നടത്തിയിട്ടുണ്ട് റൊണാൾഡ്. പിന്നെ നമുക്കിത് മീൻ കുളത്തിൽ പോവാം. ഇപ്പോൾ ഫീഡ് എടുത്തിട്ടുണ്ട്. കുറേ മീനുണ്ട് കേട്ടോ. കോഴിക്കാർപ്പുണ്ട്, SK ഗോൾഡ് ഉണ്ട്. നെറ്റിട്ടേക്കും അതിൽ കുറേ കൊക്കുകളൊക്കെ വരുന്നുണ്ട്. കൊക്ക് വന്നിട്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അതൊക്കെ ഈ നേരെ കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ നമ്മുടെ കോഴിയൊക്കെ ഉണ്ട്, അതിനൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രത്യേകം വീഡിയോ ചെയ്യുന്നതായിരിക്കും. നൈറ്റിലെടുക്കുന്ന വിഷ്വൽസും പിന്നെ നമ്മുടെ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ ഉണ്ട് കുറച്ച്, അതെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. Virus. അപ്പോൾ ഗായ്സ്, വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. നമ്മളിനി നമ്മുടെ ഫാമൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിനി അപ്കമിങ് വീഡിയോസിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒട്ടനെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മളിനി അടുത്ത വീഡിയോസായി കാണുന്നവരെ ഗുഡ് ബൈ.